ജഗൻ മൂവീസ് വേൾഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവന്നേക്കുന്നത് ഒരു തായ്ലൻഡ് ത്രില്ലർ മൂവിയാ, ഹൂ കിൽഡ് കോക്ക് റോബിൻ. ഈ സിനിമ തുടങ്ങി ഒരു 10 മിനിറ്റിനകം നമ്മൾ ഈ സിനിമയിലേക്ക് ഇൻവോൾവ് ആകും. ശേഷം നമ്മളെ ത്രില്ലടിപ്പിക്കുന്ന ട്വിസ്റ്റും സസ്പെൻസും ക്ലൈമാക്സ് ഒക്കെ ആയിട്ട് ഈ സിനിമ തുടക്കം മുതൽ അവസാനം വരെ പോകും. ഇതിന്റെ വൺ ലൈൻ പറയുകയാണെങ്കിൽ ഇതിൽ നമ്മുടെ ഹീറോ ഒരു ന്യൂസ് റിപ്പോർട്ടറാ. 9 വർഷങ്ങൾക്ക് മുമ്പ് ഇയാളൊരു ട്രെയിനിൽ ആയിരിക്കുന്ന സമയത്ത് ഇയാളുടെ മുമ്പിൽ ഒരു കാർ ആക്സിഡന്റ് നടക്കാം. അന്ന് പോലീസിന് ഈ കേസിനെ കുറിച്ച് കാര്യമായ തെളിവൊന്നും ലഭിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ കേസ് എങ്ങും എത്തില്ല. എന്നാൽ ഈ 9 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോ നമ്മുടെ ഹീറോയ്ക്ക് ഈ കേസിലേക്കുള്ള ഒരു ലീഡ് ലഭിക്കുക, അല്ലെങ്കിൽ സാഹചര്യങ്ങൾ അവനെ അവിടെ കൊണ്ടുവന്ന് എത്തിച്ചെന്ന് വേണമെങ്കിൽ പറയാം. തുടർന്ന് അവൻ ഈ കേസിന്റെ പുറകെ പോയി കണ്ടെത്തുന്ന ഞെട്ടിക്കുന്ന കാര്യങ്ങളാ ഈ സിനിമയിലൂടെ പറയുന്നത്. അപ്പം ഞാൻ നേരെ സിനിമയിലേക്ക് പോവാണ്. അതിനു മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ. എന്നാ പിന്നെ മൂവിലോട്ട് പോവാം. സിനിമ തുടങ്ങുന്നത് 9 വർഷങ്ങൾക്ക് മുമ്പ് പാതിരാത്രി ഒരു കാർ ബ്രേക്ക് ഡൗൺ ആയി കിടക്കുന്നത് കാണിച്ചുകൊണ്ടാ. അതിലാട്ടോ നമ്മുടെ ഹീറോ വാൻ ഉള്ളത്. തീർത്തും ഒറ്റപ്പെട്ട ഒരു സ്ഥലമാട്ടോ അത്. പോരാത്തതിന് നല്ല മഴയുണ്ട്. അതുകൊണ്ട് തന്നെ ഫോൺ റേഞ്ചും കിട്ടുന്നില്ല. അങ്ങനെ ആകെ പ്രാന്ത് പിടിച്ച് നമ്മുടെ ഹീറോ കാറിനുള്ളിൽ ഇരിക്കുമ്പോൾ പെട്ടെന്ന് പുറത്ത് ബോംബ് പൊട്ടുന്ന പോലത്തെ ഒരു ശബ്ദം കേൾക്കാം. നോക്കുമ്പോൾ അവന്റെ തൊട്ട് ഫ്രണ്ടിലായിട്ടുള്ള ഒരു വളവിൽ ഒരു കാർ ആക്സിഡന്റ് നടന്നേക്കാം. അപ്പോൾ ആ കാറിലുണ്ടായിരുന്ന ആൾ കൊല്ലപ്പെടും, എന്നാൽ ആ പെൺകുട്ടി രക്ഷപ്പെടും. അവിടുന്ന് സീൻ കട്ടായാൽ പിന്നെ 9 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴുള്ള കാലഘട്ടം കാണിക്കുന്നേ. അവിടെ ഇപ്പോൾ നമ്മുടെ ഹീറോ ഇതുപോലൊരു രാത്രി ടൗണിൽ കൂടി വണ്ടി ഓടിച്ചു പോകുകയായിരിക്കും. അവിടെ ഇപ്പോൾ ഒരു ആക്സിഡന്റ് നടന്നിട്ടുണ്ടെന്ന് വണ്ടിയിൽ വെച്ച് റേഡിയോടെ അവൻ കേൾക്കാം. ഉടനെ വാൻ അങ്ങോട്ട് പോവാ. അവിടെ ചെന്ന് നോക്കുമ്പോൾ കാറിൽ ആ നാട്ടിലെ മേയർ ആയിരിക്കോട്ടോ, കൂടെ ഒരു മോഡൽ ഉണ്ടാവും. ഉടനെ വാൻ അവരെ ഫോട്ടോ എടുക്കാം. എന്നിട്ട് നേരെ ഓഫീസിലോട്ട് അയച്ചു കൊടുക്കും. ഇമാതിരി ഒരു ന്യൂസ് കിട്ടിയ ഇവർക്ക് പിന്നെ ചാകരയാണല്ലോ. അങ്ങനെ ഓഫീസിലേക്ക് അയച്ച ഈ ഫോട്ടോ മാഗി എന്ന് പറഞ്ഞ പെണ്ണാട്ടോ കാണുന്നേ. അവളാട്ടോ ഈ കഥയിലെ ഹീറോയിൻ. ഇത് കണ്ട ഉടനെ തന്നെ അവൾ വാനിനെ വിളിക്കുക. സംഭവം സത്യമാണെന്ന് ചോദിക്കും. അവൻ അതേന്ന് പറയുന്നതോടെ നാളെ ഇറങ്ങാൻ പോകുന്ന പത്രത്തിന്റെ മെയിൻ ന്യൂസ് ആയിട്ട് ഇത് കൊടുക്കാൻ പറയാ. ഈ സമയം നല്ലൊരു ന്യൂസ് കിട്ടിയ സന്തോഷത്തിൽ വേഗം ഓഫീസിലേക്ക് വരുന്ന വാന്റെ കാർ കറക്റ്റായി ആക്സിഡന്റ് ആവാ. അവിടുന്ന് സീൻ കട്ടായാൽ പിന്നെ കാണിക്കുന്നത് വാൻ തന്റെ കാർ അവന്റെ ഫ്രണ്ടിന്റെ മെക്കാനിക്കൽ ഷോപ്പിൽ കൊണ്ടുവന്നേക്കുന്നതാ. അപ്പൊ അവന്റെ ഫ്രണ്ട് പറയും, ഡാ നിന്നോട് പല തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നീ സെക്കൻഡ് ഹാൻഡ് കാർ എടുക്കാൻ പോകുമ്പോൾ എന്നെ കൂടി കൂടെ കൂട്ടണമെന്ന്. ഇത് തന്നെ പറ്റിച്ചേക്കാ. ഈ വണ്ടിയുടെ ചേസ് ഒന്നല്ല അത്. മാത്രമല്ല മിക്ക സാധനങ്ങളും ഡ്യൂപ്ലിക്കേറ്റാ. എനിക്ക് തോന്നുന്നു ഏതോ ആക്സിഡന്റ് നടന്ന വണ്ടിയാണെന്നാ. ഇതേക്കുമ്പോ വാനാകെ ദേഷ്യവും. തന്നെ പോലെ ഒരു ന്യൂസ് റിപ്പോർട്ടറെ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ അവന് ഞാൻ ആരാന്ന് കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞ് വാൻ നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് പോവാ. നമ്മുടെ ഹീറോ ഒരു ന്യൂസ് റിപ്പോർട്ടർ ആയതുകൊണ്ട് സ്റ്റേഷനിൽ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇൻസ്പെക്ടർ നല്ല മര്യാദ കൊടുത്ത് അകത്തേക്ക് വിളിച്ചുകൊണ്ടുപോയി എന്താ കാര്യമെന്ന് ചോദിക്കാം. ഞാനൊരു സെക്കൻഡ് ഹാൻഡ് കാർ എടുത്തിരുന്നേ, അതൊരു ആക്സിഡന്റ് ഉണ്ടായ വണ്ടിയാണെന്ന് തോന്നുന്നു. അതിന്റെ പാർട്സ് ഒക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും വേണം. അത്രേ ഉള്ളൂ, അത് ഞാൻ ശരിയാക്കി തരാം. താൻ പോയി 2 ദിവസം കഴിഞ്ഞു വാ എന്ന് പറഞ്ഞ് വാനെ പറഞ്ഞുവിട്ട ഇൻസ്പെക്ടർ നേരെ അവിടെ പുതുതായി ചാർജ് ചെയ്ത ഒരു പയ്യന്റെ അടുത്തേക്ക് ചെല്ലാം. അവന്റെ പേര് വേവ് നാട്ടോ. എന്നിട്ട് അവനോട്, ഡാ ഇപ്പൊ പോയത് വലിയൊരു ന്യൂസ് റിപ്പോർട്ടറാ. അയാൾക്ക് ഈ വണ്ടിയുടെ ഡീറ്റെയിൽസ് ഒന്നും വേണം. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഉപകാരമുള്ള ഒരാളാ. അതുകൊണ്ട് മര്യാദയ്ക്ക് നീ ഇതൊന്ന് ചെയ്തു കൊടുക്ക്. അപ്പൊ വേവ് ഓക്കെ പറയാ. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഹീറോ വാന്റെ ഓഫീസാ. അപ്പൊ അവിടെ ചെറിയൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തേക്കാ. അവിടെ അപ്പോ അവന്റെ ബോസ് വാൻ അഭിനന്ദിക്കാ. ഈ ന്യൂസ് ഏറ്റവും നന്നായി വന്നത് നമ്മുടെ ന്യൂസ് പേപ്പറിലാ, അതുകൊണ്ട് നമ്മുടെ റേറ്റിംഗ് കൂടി എന്നൊക്കെ പറഞ്ഞ്. എന്നാൽ ഇത് അവിടുത്തെ എഡിറ്ററിനെ പിടിക്കില്ല. അയാൾ പറയും, ഇവൻ റിപ്പോർട്ട് ചെയ്ത ഉടനെ നമ്മൾ ഈ വാർത്ത കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ആളൊരു മേയറാ, എന്തെങ്കിലും കെണി കൊണ്ട് വരില്ലെന്ന് ആര് കണ്ടു? അപ്പൊ വാൻ, എന്ത് കെണിയാണ് സാർ? മേയറും ആ മോഡലും തമ്മിൽ അഫെയർ ആണെന്നുള്ള കാര്യം ഈ നാട് മൊത്തം പാട്ടാ. പിന്നെന്താ പ്രശ്നം? വാനിത് പറയുന്നോടെ എഡിറ്ററിന് ഉത്തരം മുട്ടാ. പിന്നെ ഇന്ന് അവരുടെ ബോസിന് ബർത്ത്ഡേ കൂടി ആട്ടോ. അതുകൊണ്ട് എല്ലാവർക്കും ബോസ് ഒരു ഹോട്ടലിൽ ഡിന്നർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി ബോസിന്റെ ബർത്ത്ഡേ ആഘോഷിക്കുമ്പോൾ നമ്മുടെ ബോസ് വാനോട് ഉടനെ തന്നെ നിനക്കൊരു പ്രമോഷൻ ഉണ്ടാവുമെന്ന് പറയും. ഇതേക്കുമ്പോ അവന് ഭയങ്കര സന്തോഷാവട്ടോ. ശേഷം ബർത്ത്ഡേ ഒക്കെ ആഘോഷിച്ച് വാൻ നേരെ വീട്ടിലോട്ട് പോവാ. കൂടെ നമ്മുടെ ഹീറോയും മാഗി ഉണ്ടാവട്ടോ. അപ്പോ അവൾ ഭയങ്കര ഡിപ്രസ്ഡായി മെസ്സേജ് അയക്കുന്നത് വാൻ കാണാം. അപ്പൊ അവൻ പറയും, മാഗി നിനക്കിപ്പോൾ ഒരു റിലേഷൻ ഉണ്ടെന്ന് അറിയാം, പക്ഷെ അത് വർക്കൗട്ട് ആയില്ലെങ്കിൽ ഇങ്ങനെ കടിച്ചു തൂങ്ങി കിടക്കാതെ കളയുന്നതായിരിക്കും നല്ലതെന്ന്. അതിനപ്പോ അവളൊന്നും മറുപടി പറയില്ല. പക്ഷേ അവരൊന്ന് ഒന്നിച്ച് വാന്റെ വീട്ടിലായിരിക്കും. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം കാണിക്കുന്നത് രാവിലെ വാൻ എണീറ്റ് വരുമ്പോ മാഗി ഇരുന്ന് TV കാണാ. നോക്കുമ്പോ അവനെ പറ്റിയുള്ള വാർത്തയാ. അത് വാൻ റിപ്പോർട്ട് ചെയ്ത ആ ആക്സിഡന്റ് കേസിലെ മേയറില്ലേ, അയാൾ ഇപ്പൊ ഒരു പ്രസ് കോൺഫറൻസ് കൊടുത്തേക്കാ. അതിൽ പറയുന്നത് അയാളുടെ ആ മോഡലിന്റെ രജിസ്റ്റർ മാരേജ് 4 മാസം മുമ്പ് കഴിഞ്ഞെന്നാ. അപ്പോ ഇത്തരം ന്യൂസ് കൊടുത്തവരുടെ ലക്ഷ്യം തന്റെ രാഷ്ട്രീയ പ്രതിച്ഛായ തകർക്കാന്നുള്ളതാ. അതുകൊണ്ട് ഈ ന്യൂസ് കൊടുത്ത ന്യൂസ് പേപ്പറിനും റിപ്പോർട്ടറിനെതിരെ ഞാൻ കേസിന് പോവാ. ഇത് കേൾക്കുമ്പോ നമ്മുടെ വാൻ വല്ലാതെ അപ്സെറ്റ് ആവാ. അന്നും ഓഫീസിൽ ഒരു മീറ്റിംഗ് കൂടും.
അപ്പൊ ആ എഡിറ്റർ വാനായിട്ട് ശരിക്കും കുഴയുന്നുണ്ട്. ഞാൻ അപ്പളെ പറഞ്ഞതാ ഇമ്മാതിരി ന്യൂസൊക്കെ കൊടുക്കുമ്പോ ഒന്നുകൂടി ആലോചിക്കണമെന്ന്. അതിനപ്പോ വാന് മറുപടി ഉണ്ടാവില്ല കേട്ടോ. ഈ സമയത്ത് വാൻ ഒരു കോള് വരുന്നുണ്ട്. അത് ആ പോലീസ് സ്റ്റേഷനിൽ നിന്നാ. ആ കാറിന്റെ ഡീറ്റെയിൽസ് കണ്ടുപിടിച്ചെന്ന് പറഞ്ഞ് ഉടനെ വാൻ അങ്ങോട്ട് പോവാ. അവിടെ ചെല്ലുമ്പോൾ ഇൻസ്പെക്ടർ പറയും, നിങ്ങളിപ്പോ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കാർ 9 വർഷങ്ങൾക്ക് മുമ്പ് ആക്സിഡന്റ് ഉണ്ടായ കാറാ. എന്നിട്ട് ആ ആക്സിഡന്റ് ഡീറ്റെയിൽസ് പറയുമ്പോൾ അവനാകെ ഷോക്കാവാ. സിനിമയുടെ തുടക്കത്തിൽ ഒരു ആക്സിഡന്റ് സീൻ കാണിക്കുന്നില്ലേ, ആ ആക്സിഡന്റ് ആയിരിക്കും അത്. അന്ന് സ്പോട്ടിൽ ഇവനും ഉണ്ടായിരുന്നല്ലോ. ഇത് കണ്ട ഉടനെ അവൻ മൊബൈൽ കൊടുത്ത് ഫോട്ടോ എടുക്കാൻ അവിടേക്ക് ചെല്ലുന്നുണ്ട്. എന്നാൽ അപ്പോഴേക്കും ആ ആക്സിഡന്റ് ഉണ്ടാക്കിയ കാർ അവിടെ നിന്ന് രക്ഷപ്പെട്ടിരിക്കും. പിന്നെ ആ ആക്സിഡന്റ് ആയ കാറിൽ ഒരു ചെക്കനും ഒരു പെണ്ണും ആയിരിക്കും കേട്ടോ. അതിൽ ആ ചെക്കൻ കൊല്ലപ്പെടും, പെണ്ണ് നല്ല പരിക്കോടെ രക്ഷപ്പെടും. ഇതൊക്കെ പോൽ ആ സ്റ്റേഷനിലിരുന്ന് ഓർക്കാട്ടോ. ശേഷം അവൻ ആ ഡോക്യുമെന്റ്സ് എല്ലാം എടുത്ത് നേരെ ഓഫീസിലോട്ട് പോവാ. അവനവിടെ ചെല്ലുമ്പോൾ മാഗി അവനെ വളരെ സങ്കടത്തോടെ നോക്കാ. എന്താ കാര്യമെന്ന് അവളെ മാറ്റിയിരുത്തി ചോദിക്കുമ്പോൾ, നിന്നെ ജോലിന്ന് പറഞ്ഞു വിടാൻ പോവാ. അതിന്റെ പ്രധാന കാരണം ആ എഡിറ്ററാ. ഇതേക്കുമ്പോ വാൻ ഉടനെ അവന്റെ ബോസിനെ പോയി കാണാ. അപ്പൊ ബോസും അവനെ കൈയൊഴിയാ, നിന്നെ പിരിച്ചുവിടില്ലെങ്കിൽ ഈ സ്ഥാപനം തന്നെ അടിച്ചു മുട്ടേണ്ടി വരുമെന്ന് പറഞ്ഞ്. അങ്ങനെ ആകെ തകർന്നു പോയവൻ അവന്റെ ബെസ്റ്റ് ഫ്രണ്ടായ ആ കാർ മെക്കാനിക്കിന്റെ അടുത്തേക്ക് ചെല്ലാ. എന്നിട്ട് അവർ ഒന്നിച്ചിരുന്ന് വെള്ളമടിക്കും. കാര്യം ജോലി പോയ സങ്കടത്തിലാ വെള്ളമടിച്ചെങ്കിലും അവന്റെ മനസ്സിലേക്ക് വരുന്നത് ആ 9 വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ആക്സിഡന്റിലെ സംഭവങ്ങളാ. അതും ഇപ്പോഴത്തെ ആ കാറിന്റെ കേസൊക്കെ ഫ്രണ്ടിനോട് പറയുമ്പോ അവൻ പറയും, നീ അത് കളഞ്ഞേ, അത് 9 വർഷങ്ങൾക്ക് മുമ്പുള്ള കേസാ, അതൊക്കെ വിട്ടുപിടിക്കാൻ പറഞ്ഞ് അവനെ ഫ്രണ്ട് വീട്ടിലോട്ട് പറഞ്ഞു വിടാ. അങ്ങനെ വാൻ വീട്ടിലോട്ട് പോകാനായി ഒരുങ്ങുമ്പോ തന്നെ ആരോ ഫോളോ ചെയ്യുന്ന പോലെ അവന് തോന്നാ. നോക്കുമ്പോ ആരെയും കാണാത്തോണ്ട് അവൻ വീട്ടിലോട്ട് പോകും. എന്നാ വീട്ടിൽ ചെന്നിട്ടും അവൻ ഉറക്കം വരുന്നില്ല. അന്നത്തെ ആക്സിഡന്റ് സംഭവങ്ങൾ അവന്റെ മനസ്സിലേക്ക് വരാ. അപ്പോഴാണ് അവനൊരു കാര്യം ഓർമ്മ വന്നേ. അന്നെടുത്ത ആ ആക്സിഡന്റ് ഫോട്ടോസിന്റെ ഒരു കോപ്പി തന്റെ കയ്യിലുള്ളത്. ഉടനെ അവൻ അതെടുത്ത് നോക്കുമ്പോ അവൻ ഞെട്ടിപ്പോവും. അന്ന് താനെടുത്ത പല പ്രധാന ഫോട്ടോസും ഇപ്പൊ ഇല്ല. അപ്പോ ഇതിലെന്തോ മിസ്റ്റേക്ക് ഉണ്ടെന്ന് അവന് തോന്നാം. പിറ്റേ ദിവസം അവൻ നാഗിയുടെ സഹായത്തോടെ വീണ്ടും ഓഫീസിലൊന്ന് കയറാ. അന്ന് ആ ആക്സിഡന്റ് നടന്ന ദിവസം മറ്റൊരു ക്രൈമും കൂടി നടന്നിട്ടുണ്ട്. ഈ നാട്ടിലെ വലിയൊരു ബിസിനസ്സുകാരന്റെ മകളെ ആരൊക്കെയോ ചേർന്ന് തട്ടിക്കൊണ്ടുപോകും. വിട്ടുതരണമെങ്കിൽ വലിയൊരു തുക ആവശ്യപ്പെടും. പേടിച്ചുപോയ ബിസിനസ്സുകാരൻ അവരാവശ്യപ്പെട്ട ആ പണം കൊടുക്കും. പക്ഷെ ഇതുവരെയും ആ കുട്ടിയെ അവർ തിരിച്ചു കൊടുത്തിട്ടില്ല. അതുപോലെ ആ ആക്സിഡന്റിൽ രക്ഷപ്പെട്ടൊരു പെൺകുട്ടിയില്ലേ, അവൾ ഒരുമാതിരി റിക്കവറി ആയ ശേഷം ആരോടും പറയാതെ അവിടുന്ന് മുങ്ങി എന്നുള്ള വാർത്തയും അവൻ കാണാം. ഇതെല്ലാം വായിച്ചിട്ട് ഇതേക്കുറിച്ച് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോ തൊട്ടടുത്ത് നിന്ന് മാഗി, ഇപ്പൊ എന്തിനാ നീ ഈ 9 വർഷങ്ങൾക്ക് മുമ്പുള്ള ആക്സിഡന്റ് പുറകെ പോടെന്ന് ചോദിക്കാം. 9 വർഷങ്ങൾക്ക് മുമ്പ് ഞാനിവിടെ ഇന്റേൺഷിപ്പ് ചെയ്യുന്ന സമയത്താ ഈ ആക്സിഡന്റ് ഉണ്ടായേ. അപ്പോ നീ ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് രാത്രി ബോസിന്റെ ഒക്കെ പാർട്ടി ഉണ്ടായിരുന്നു നമുക്കെല്ലാവർക്കും. അപ്പോ അധികാരം എനിക്ക് ഇവിടെ പരിചയമില്ലാത്തതിനാൽ ഞാനൊന്ന് നേരത്തെ ഇറങ്ങി. അപ്പോഴാണ് എന്റെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി ഞാൻ ഈ ആക്സിഡന്റ് കണ്ടത്. ഞാനപ്പോ അന്ന് കുറെ ഫോട്ടോ എടുത്തിരുന്നു. അതൊക്കെ ഇപ്പോഴത്തെ നമ്മുടെ എഡിറ്ററെയാ ആദ്യം കൊണ്ടേ കാണിച്ചേ. ഇപ്പൊ ഞാൻ നോക്കുമ്പോ അതിലെ പ്രധാന ഫോട്ടോസ് എല്ലാം മിസ്സിങ്ങാ. അപ്പോ അതായിരിക്കും കളഞ്ഞിട്ടുണ്ടാവാ, ആ എഡിറ്റർ അല്ലേ? ഓ, നിന്റെ ജോലി കളഞ്ഞതിനുള്ള പ്രതികാരം. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും പറയാം. പക്ഷെ അയാൾക്ക് ഇതിലെന്തോ ബന്ധമുണ്ടെന്ന് എന്റെ മനസ്സ് പറയണു. ശരി, ഇനി അടുത്തത് നീ എന്താ ചെയ്യാൻ പോണേ? അന്ന് ആ ആക്സിഡന്റ് രക്ഷപ്പെട്ട ആ പെൺകുട്ടിയില്ലേ, അവള് ഒരുമാതിരി റിക്കവറി ആയപ്പോ ഹോസ്പിറ്റലിൽ നിന്ന് ചാടിപ്പോയെന്നോ. ആ ഹോസ്പിറ്റലിൽ എൻ്റെ ഒരു കസിൻ വർക്ക് ചെയ്യുന്നുണ്ട്. അവളെ കൊണ്ട് ആ പെൺകുട്ടിയുടെ ഡീറ്റെയിൽസ് എടുപ്പിച്ച് അവിടെ നിന്ന് അന്വേഷണം തുടങ്ങാന്ന് വിചാരിക്കണം. പിന്നെ ഈ അന്വേഷണത്തിൽ മാഗിയും ജോയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ വാന്റെ കസിൻ വഴി അഡ്രസ് സംഘടിപ്പിച്ച് അവർ ആ പെൺകുട്ടിയുടെ അഡ്രസ്സിലേക്ക് പോവാ. അവിടെ ഇപ്പൊ താമസിക്കുന്നത് ജെനിയുടെ റിലേറ്റീവ്സാ. അവൾ അവിടെ ഇല്ല, അവളുടെ ഫോട്ടോസ് മാത്രമേ ഉള്ളൂ. ആ ഫോട്ടോസ് കാണുമ്പോൾ വാൻ അത് മൊബൈലിൽ പകർത്തുന്നുണ്ട് കേട്ടോ. ശേഷം അവരോട്, ഞങ്ങൾ ജെനിയുടെ കോളേജ് ഫ്രണ്ട്സാ, വർഷങ്ങളായി ഞങ്ങളിപ്പോൾ അവളെ കണ്ടിട്ട്. അവളെ ഒന്ന് കാണാനായിട്ട് ഇറങ്ങിയതാ. അതിന് ജെനി പഠിത്തം കഴിഞ്ഞപ്പോൾ തന്നെ ടൗണിൽ സെറ്റിൽഡായി. അതെവിടെയാന്ന് ചോദിക്കുമ്പോൾ അത് അവർക്ക് അറിയില്ല എന്ന് പറയും. ശേഷം അവർ വാനും മാഗിക്കും ചായ കൊടുക്കാ. ആ ചായ കുടിക്കുമ്പോൾ അതിൽ ഉപയോഗിച്ചിരിക്കുന്നത് വളരെ എക്സ്പെൻസീവ് ആയ ചായപ്പൊടിയാന്ന് വാന് മനസ്സിലാവാ. അത് എല്ലാ കടകളിലും കിട്ടില്ല. ഇതെവിടെന്ന് വാങ്ങിയെന്നോ ചോദിക്കുമ്പോൾ ഇത് ഞങ്ങൾ വാങ്ങിയതല്ല, ജെനി ഞങ്ങൾക്ക് അയച്ചു തന്നാന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ അവന് ചെറിയൊരു ലീഡ് ലഭിക്കാ. ഈ ചായപ്പൊടി എല്ലാ കടയിലും കിട്ടില്ല, നല്ല എക്സ്പെൻസീവാ. അപ്പോ ഇത് വിൽക്കുന്ന ഇവിടുത്തെ ടൗണിലെ കടകൾ കേന്ദ്രീകരിച്ച് അന്വേഷിച്ച ജെനിയെ പറ്റി എന്തെങ്കിലും ക്ലൂ കിട്ടുമെന്ന് അവന് തോന്നാ. അങ്ങനെ വാൻ ഇത് വിൽക്കുന്ന ടൗണിലെ കട കണ്ടുപിടിച്ച് അവിടേക്ക് പോവാ. അപ്പൊ അവനെ ആരോ ഫോളോ ചെയ്യുന്ന പോലെ കാണിക്കുന്നുണ്ട് കേട്ടോ. ശേഷം വാൻ ആ കടയിലെത്തി അവിടുത്തെ ഓണറിനോട് അവൻ മൊബൈലിലെടുത്ത ജെനിയുടെ ഫോട്ടോ കാണിച്ച് ഇവളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കാം. ഈ സമയം അവിടേക്ക് ജെനി വരുവാട്ടോ. ആ ആക്സിഡന്റിൽ അവൾക്കൊരു കാല നഷ്ടമായിട്ടുണ്ടാവും. ജെനിയെ കണ്ടതും വാൻ അവളുടെ അടുത്ത് ചെന്ന് 9 വർഷങ്ങൾക്ക് മുമ്പുള്ള ആ ആക്സിഡന്റ് പറ്റി ചോദിക്കുക. അപ്പൊ അവൾ, നിങ്ങളാരാ ഇതേപ്പറ്റി ചോദിക്കാൻ? വാനപ്പോ ഞാനൊരു റിപ്പോർട്ടറാന്ന് പറഞ്ഞ് ഒന്നും കൂടി നിർബന്ധിക്കാം. അപ്പോൾ പറയും, 9 വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു ബോയ് ഫ്രണ്ടും
ഒരു പാർട്ടിക്ക് പോയി തിരിച്ചു വരായിരുന്നു. ഞങ്ങൾ നന്നായി മദ്യപിച്ചിരുന്നു. പക്ഷേ വണ്ടി കറക്റ്റായിട്ട് ഓടിച്ചേ. അപ്പോൾ എവിടെ നിന്നോ ഒരു വണ്ടി വന്ന് ഞങ്ങൾ ഇടിച്ച് തെറിപ്പിച്ചിട്ട് നിർത്താതെ പോയി. ആ ആക്സിഡന്റിൽ എൻ്റെ ബോയ് ഫ്രണ്ട് മരിച്ചു. എനിക്ക് എൻ്റെ കാല് നഷ്ടപ്പെട്ട് ഞാൻ ഇങ്ങനെയായി. അപ്പോൾ വാൻ, നിങ്ങൾ ഇടിച്ചിട്ട് നിർത്താതെ പോയ ആ വണ്ടിയെപ്പറ്റി എന്തെങ്കിലും ക്ലൂ ഉണ്ടോ? അതൊന്നും ഇപ്പോൾ ഓർമ്മയില്ല. 9 വർഷങ്ങൾക്ക് മുമ്പ് നടന്നതല്ലേ. അല്ല, ആ വണ്ടിയുടെ എന്തെങ്കിലും അടയാളമോ മോഡലോ അല്ലെങ്കിൽ ആ വണ്ടി ഓടിച്ചിരുന്ന ആളുടെ എന്തെങ്കിലും അടയാളം, അങ്ങനെ എന്തെങ്കിലും? അതൊക്കെ ഇപ്പോൾ നിങ്ങൾക്കറിഞ്ഞിട്ട് എന്തിനാ? നോക്ക് ചെനി, ആ ആക്സിഡന്റിൽ നിന്റെ ബോയ് ഫ്രണ്ട് മരിച്ചു, നിനക്കൊരു കാൽ നഷ്ടപ്പെട്ടു. അപ്പോൾ അത് ചെയ്തവരെ നമുക്ക് കണ്ടുപിടിക്കണ്ടേ? എന്നിട്ടെന്തിനാ എനിക്ക് നഷ്ടപ്പെട്ടതൊന്നും തിരിച്ചു കിട്ടില്ലല്ലോ. അതുകൊണ്ട് അതിൻ്റെ ഒരു ആവശ്യമില്ലാന്ന് പറഞ്ഞ് അവനോടത് പോവാ. അപ്പോൾ വാൻ, നിങ്ങൾക്ക് എന്തെങ്കിലും എപ്പോഴെങ്കിലും എന്നോട് പറയാൻ തോന്നുകയാണെങ്കിൽ അത് പറയാനായി അവൻ്റെ നമ്പർ കൊടുത്തിട്ട് പോവാ. കാരണം ആ ആക്സിഡന്റിനെ കുറിച്ച് പറയുമ്പോഴൊക്കെ അവൾ ഭയങ്കരമായി പേടിക്കുന്നത് അവൻ നോട്ട് ചെയ്തിരുന്നു. ശേഷം വീട്ടിലെത്തിയ വാൻ വീണ്ടും ആ കേസിനെ പറ്റിയിരുന്ന് ആലോചിക്കുക. അവന് ചെനി പറഞ്ഞ ആ കഥ മുഴുവനായിട്ട് അങ്ങ് വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ വീണ്ടും അവൻ ആ കേസിരുന്ന് പഠിക്കുമ്പോൾ ജെനി ഒരു വിഷയത്തിൽ നുണ പറഞ്ഞതെന്ന് അവന് മനസ്സിലാവും. അത് വേറെ ഒന്നുമല്ല, ജെനിയുടെ ബോയ് ഫ്രണ്ടിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അവൻ യാതൊരു ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചതായി കണ്ടെത്തിയിട്ടില്ല. എന്നാൽ ജെനി പറഞ്ഞത് ഞങ്ങൾ പാർട്ടിക്ക് പോയി നന്നായി മദ്യപിച്ചിരുന്നു എന്നാ. അവിടെ തന്നെ തന്നോട് അങ്ങനെ ഒരു കള്ളം പറഞ്ഞു എന്ന് വാൻ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ജെനിയുടെ കോൾ വരിക. എന്നിട്ട് അവൾ പറയും, ദയവേത് നിങ്ങൾ ഇനി ഈ കേസിന്റെ പുറകെ പോകരുത്. ഇതുകൊണ്ട് ആർക്കും ഒരു ഗുണം ഉണ്ടാവാൻ പോകുന്നില്ല, മറിച്ച് പ്രശ്നം മാത്രമേ ഉണ്ടാവാൻ പോകുന്നുള്ളൂ. ഓക്കെ, പക്ഷേ നീ എന്തിനാ എന്നോട് കള്ളം പറഞ്ഞേ? നിന്റെ ബോയ് ഫ്രണ്ട് കുടിച്ചിട്ടുണ്ടായെന്ന് അവന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അവൻ മദ്യപിച്ചിട്ടില്ല എന്നാണല്ലോ. അപ്പൊ ജെനി വീണ്ടും, ഞാൻ നിങ്ങളുടെ കാല് പിടിച്ച് പറയാണ്, നിങ്ങൾ ഈ കേസിന്റെ പുറകെ പോകല്ലേ. ഇതുകൊണ്ട് എല്ലാവർക്കും പ്രശ്നം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതൊക്കെ 9 വർഷങ്ങൾക്ക് മുമ്പ് നടന്നതല്ലേ. എനിക്കൊന്നും കൃത്യമായിട്ട് ഓർമ്മയില്ല. എനിക്ക് ശരി, ഞാനെല്ലാം നിർത്താം. പക്ഷേ എനിക്ക് 2-3 കാര്യങ്ങൾ കൂടി നിന്നോട് നേരിട്ട് ചോദിച്ചറിയാനുണ്ട്. അതിന് നീ സമ്മതിച്ചാൽ മാത്രം എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ കോളിൽ ഭയങ്കരമായ നോയിസ് കേൾക്കാം. ഒപ്പം ആരോ അവൾ അടിക്കുന്ന പോലത്തെ ശബ്ദവും. അപ്പോൾ അവൾക്കെന്തോ ആപത്ത് സംഭവിച്ചിട്ടുണ്ടെന്ന് തോന്നാം. പിറ്റേ ദിവസം രാവിലെ തന്നെ വാൻ ജെനിയുടെ അഡ്രസ് സംഘടിപ്പിച്ച് അവിടേക്ക് ചെല്ലാ. അവിടെ ചെല്ലുമ്പോൾ അവൾ താമസിക്കുന്ന അപ്പാർട്ട്മെന്റിന്റെ വാതിൽ തുറന്നു കിടക്കാ. മാത്രമല്ല, മുറിയെ കലങ്കോലമായി കിടക്കുന്നുണ്ട്. പെട്ടെന്ന് അതിനുള്ളിൽ നിന്നൊരു ശബ്ദം കേൾക്കാം. വാൻ നോക്കുമ്പോൾ ഒരാൾ ജനലിനെ കൂടി പുറത്തു കിടന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. വാനപ്പോ അയാളുടെ കാല് മാത്രമേ ഇപ്പോൾ കാണാൻ കഴിയുന്നുള്ളൂ. എന്നാൽ പുറത്തേക്കിറങ്ങിയ അയാളുടെ പുറകെ വാനും പായ. പക്ഷെ അവസാനം അയാളുടെ കാർ വെച്ച് വാൻ ഇടിച്ചു തെറിപ്പിച്ച് അവിടുന്ന് രക്ഷപ്പെടും. അവിടുന്ന് സീൻ കട്ടായാൽ പിന്നെ കാണിക്കുന്നത് ജെനിയാ. അവളെ ആരോ ഭയങ്കരമായി തല്ലി ഒരിടത്ത് പൂട്ടിയിട്ടേക്കാ. അവിടുന്നപ്പോ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനായി ജെനി തന്റെ വെപ്പുകാലിനുള്ളിൽ നിന്ന് പിന്നെ പോലത്തെ ഒരു ക്ലിപ്പ് എടുത്ത് തന്റെ കയ്യിലെ പൂട്ട് തുറക്കാം. ശേഷം അവിടെ ഉണ്ടായിരുന്ന അവളുടെ മൊബൈൽ എടുത്ത് വാനെ വിളിക്കാ. പക്ഷെ കോൾ പോവില്ല. അപ്പോ അവളൊരു വോയിസ് മെസ്സേജ് അയക്കും. എന്നാൽ അപ്പോഴേക്കും അവളെ പിടിച്ചുകൊണ്ടോ അയാൾ അവിടെ എത്തും. പിന്നെ വീണ്ടും നിലവിളിയുടെ ഒരു ശബ്ദം. അവിടുന്ന് സീൻ കട്ടായാൽ പിന്നെ കാണിക്കുന്നത് ഒരു ഹോസ്പിറ്റലാ. അവിടെ അപ്പോ വാന്റെ കൈക്ക് പ്ലാസ്റ്റർ ആട്ടോ. ഇത് ആ ജെനിയുടെ വീട്ടിൽ കണ്ട ആളുടെ പുറകോടി ഇപ്പൊ പറ്റിയതാ. പിന്നെ കുറച്ച് കഴിയുമ്പോൾ മാഗി എവിടേക്ക് വരും. എന്താ പറ്റിയെന്ന് അവൾ ചോദിക്കുമ്പോഴേക്കും വാന്റെ മൊബൈലിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വരാം. ഒപ്പം ജെനി അയച്ച വോയിസ് മെസ്സേജും. അപ്പൊ തന്നെ വാൻ ജെനിക്ക് വിളിച്ചു നോക്കുന്നുണ്ട്, പക്ഷെ കിട്ടുന്നില്ല. അതുകൊണ്ട് ഉടനെ തന്നെ വാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാം. അവിടുന്ന് നേരെ പോണത് വാൻ പരിചയമുള്ള സൈബർ സെല്ലിൽ വർക്ക് ചെയ്യുന്ന ഒരു പോലീസുകാരനെ കാണാനാ. ഈ പോണ വഴി ഇവരുടെ വണ്ടിക്കൊരുത്തം വട്ടം വെക്കാ. മാഗി ഒരു വിധത്തിൽ വണ്ടി ചവിട്ടി നിർത്താട്ടോ. ഇതൊരു 4 കൂടി ജംഗ്ഷൻ ആയിരുന്നു കേട്ടോ. അപ്പൊ അവിടെ എതിരെ വരുന്ന വണ്ടികളെ കാണാനായി അവിടെ ഒരു സൈഡ് മിറർ വെച്ചിരിക്കുന്നത് വാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അതിനുശേഷം അവർ ആ പോലീസുകാരൻ്റെ അടുത്ത് എത്താ. അപ്പൊ വാൻ ജെനി അയച്ച വോയിസ് മെസ്സേജ് അയാളെ കേൾപ്പിക്കാ. അപ്പൊ അതിൽ ജെനി പറയുന്നത്, എന്നെ ആരോ ഇവിടെ തട്ടിക്കൊണ്ട് വന്നേക്കാ, എങ്ങനെയെങ്കിലും നിങ്ങൾ വന്നെന്നെ ഒന്ന് രക്ഷിക്കുന്ന. ഇത് കേൾപ്പിച്ച ശേഷം വാൻ ആ പോലീസുകാരോട് പറയും, ഒരു പെണ്ണ് ജീവന് വേണ്ടി യാചിച്ചുകൊണ്ടിരിക്കുക, അതുകൊണ്ട് എങ്ങനെയെങ്കിലും നീ ഈ ലൊക്കേഷൻ ട്രേസ് ചെയ്ത് തന്നെ. അപ്പൊ അയാള് അതിന് സമ്മതിക്കാട്ടോ. അത് കഴിഞ്ഞ് വീട്ടിലെത്തിയ വാൻ വീണ്ടും കമ്പ്യൂട്ടറിൽ ആ ഫോട്ടോസ് ഒക്കെ നോക്കാം. അപ്പൊ നമ്മൾ നേരത്തെ വണ്ടി ഇടിക്കാൻ പോയപ്പോ കണ്ടൊരു മിററില്ലേ, അതുപോലത്തെ ഒരു മിറർ ഈ ഫോട്ടോയിൽ കാണാം. അവൻ ഒന്നുകൂടി ആ ഭാഗം സൂം ചെയ്ത് നോക്കുമ്പോൾ ഈ ഇടിച്ചിട്ട് നിർത്താതെ പോയ വണ്ടിയില്ലേ, അതിന്റെ ഒരു അത്ര ക്ലാരിറ്റി ഇല്ലാത്തൊരു പിക്ചർ അതിൽ കിട്ടിയിട്ടുണ്ട്. അവൻ അത് ഒന്നുകൂടി സൂം ചെയ്ത് നോക്കുമ്പോൾ അത് മെഴ്സിഡസ് ബെൻസ് ആണെന്ന് മനസ്സിലാവും. പക്ഷെ അതിന്റെ നമ്പർ അതെപ്പോഴും കറക്റ്റ് ആയിട്ട് കിട്ടില്ല. അപ്പൊ അവൻ ഏതൊക്കെ രീതിയിലാണോ ആ കാർ നമ്പർ വായിക്കാൻ പറ്റുന്നത് അത്രയും രീതിയിൽ അവൻ ഒരു പേപ്പറിൽ എഴുതിയെടുക്കും. എന്നിട്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലാ. ഇപ്പൊ അവന്റെ ജോലി പോയതുകൊണ്ട് പണ്ടത്തെ പോലെ ആർക്കും അവനെ അത്ര മൈൻഡില്ല. അപ്പോഴാണ് ആ ഇൻസ്പെക്ടർ പരിചയപ്പെടുത്തിയ പുതിയ പയ്യൻ വേവിനെ അവൻ കാണുന്നത്. അപ്പൊ വാൻ വേവിന്റെ കാല് പിടിച്ച്, ദാ നീ എങ്ങനെയെങ്കിലും ഈ വണ്ടികളുടെ മോഡലും അഡ്രസ്സും ഒക്കെ ഒന്ന് എടുത്തു തരാൻ പറയും. അത് കഴിഞ്ഞ് കുറച്ചു സമയം കഴിയുമ്പോഴേക്കും അവൻ ആ ലിസ്റ്റ് കൊണ്ടേ കൊടുക്കും. അപ്പോൾ അതിൽ മെഴ്സിഡസ് ബെൻസിന്റെ ഒരേ ഒരു നമ്പർ മാത്രമേ ഉള്ളൂ. വാൻ അതിന്റെ അഡ്രസ് നോക്കുമ്പോൾ
ഞെട്ടിപ്പോവും. അത് അവന്റെ ബോസിന്റെ അഡ്രസ്സാ. അപ്പൊ അവന് 9 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ചില കാര്യങ്ങൾ ഓർമ്മ വരാ. അന്ന് വാൻ ആക്സിഡന്റ് സമയത്ത് എടുത്ത ഫോട്ടോസ് എല്ലാം ആദ്യം കാണിക്കുന്നത് എഡിറ്ററെ ആയിരിക്കും. ശേഷം എഡിറ്റർ അതെല്ലാം പിറ്റേ ദിവസം ബോസിനെ കാണിച്ചു. അപ്പോൾ ബോസ് എന്നെ വിളിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, നിന്റെ ആത്മാർത്ഥതയും ധൈര്യമൊക്കെ കൊള്ളാം, പക്ഷേ ഫോട്ടോസ് എല്ലാം ബ്ലറാണല്ലോടാ. ഹേയ് ഇല്ല സാർ, അതിൽ നല്ല ഫോട്ടോസ് ഉണ്ട്, പക്ഷേ അതൊന്നും വെച്ചൊന്നും ചെയ്യാൻ പറ്റില്ലടാ. അതൊന്നും കുഴപ്പമില്ല, നീ ഇന്റേൺഷിപ്പിലായിരിക്കുമ്പോൾ തന്നെ ഇത്രയൊരു വർക്കിന് ട്രൈ ചെയ്തില്ലേ, അതുകൊണ്ട് നിന്നെ ഞാൻ ജോലിയിൽ പെർമനന്റ് ആക്കാം എന്ന് ബോസ് അന്ന് പറഞ്ഞത് അവനപ്പോൾ ഓർക്കും. അതും ഈ വണ്ടി നമ്പറും ഒക്കെ കൂടി കൂട്ടി വയ്ക്കുമ്പോൾ അവന്റെ മനസ്സിലിപ്പോ പല സംശയങ്ങളും വരുന്നുണ്ട്. ഈ സമയം വണ്ടിയിൽ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരുന്ന അവന്റെ ബോസിന് ഒരു കോൾ വരുന്നുണ്ട് കേട്ടോ. അത് അറ്റൻഡ് ചെയ്യുന്നോടെ അയാൾക്ക് വല്ലാതാവാ. അതേ സമയം തന്നെ നമ്മുടെ ഹീറോയ്ക്ക് ഒരു കോൾ വരുന്നുണ്ട്. അത് അവന്റെ മെക്കാനിക് ഫ്രണ്ട് ആയിരിക്കും. അവനെ നമുക്ക് ജീവാന്ന് വിളിക്കാട്ടോ. അവൻ പറയും, ഡാ എനിക്ക് നിന്നെ ഒന്ന് കാണണം. ആ 9 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ആക്സിഡന്റിനെ പറ്റി എനിക്ക് നിന്നോട് ചെറുത് പറയാനുണ്ടെന്ന് ഭയങ്കര ഇമോഷണലായി അവൻ പറയാ. ഉടനെ വാൻ അങ്ങോട്ട് പോവാ. അങ്ങനെ ഫ്രണ്ടിന്റെ ഷോപ്പിലെത്തിയ വാൻ ഫ്രണ്ടിനെ തിരയുമ്പോൾ അവൻ ഷോപ്പിന്റെ മുകളിൽ നിന്ന് താഴെ വീണ് മരിച്ചു കിടക്കാ. ഇത് കണ്ട് വാൻ പകച്ചു നിൽക്കുന്ന സമയത്ത് അവന്റെ ബോസും അവിടേക്ക് വരുവാട്ടോ. ശേഷം അവർ പോലീസിനെ വിവരം അറിയിക്കും. പിന്നെ പോലീസ് വന്ന് അവിടെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത സമയത്ത് അവന്റെ ബോസ് കാറിലിരിക്കായിരിക്കും. ഉടനെ വാനും അങ്ങോട്ട് ചെല്ലാ. എന്നിട്ട് ബോസിനോട് അവൻ കണ്ടെത്തിയ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ആ 9 വർഷങ്ങൾക്ക് മുമ്പ് ആക്സിഡന്റ് ഉണ്ടാക്കിയ കാർ സാറിന്റെ അല്ലേ എന്ന് ചോദിക്കാം. അപ്പൊ ബോസ്, അതെ, ആ കാർ എന്റെ തന്നെയാ. പക്ഷേ ആ ആക്സിഡന്റ് നടന്ന ദിവസം ഞാൻ കാർ സർവീസ് ചെയ്യാനായി ജിയോയുടെ കൈ കൊടുത്തിരുന്നു. അന്ന് വൈകുന്നേരം അവൻ എന്നെ വിളിച്ചിരുന്നു. സാർ, സർവീസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്, പിന്നെ സാറിന് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ഇന്ന് രാത്രിയിലേക്ക് സാറിന്റെ വണ്ടി ഒന്ന് തരാമോ? ഞാനിന്ന് രാത്രി ഒരു പെൺകുട്ടിയുമായി ഡേറ്റിന് പോകാൻ സെറ്റായണ്ടേ, അപ്പൊ ഈ കാറിൽ പോകാന്ന് വെച്ചാ. അപ്പൊ ഞാൻ അവൻ ആദ്യമായിട്ട് ചോദിച്ചുകൊണ്ട് അത് സമ്മതിച്ചു. ശേഷം അവൻ ആ പെൺകുട്ടിയുമായി പാർട്ടിക്ക് പോയി വെള്ളമൊക്കെ അടിച്ച് തിരിച്ചു വരുമ്പോഴാണ് ആക്സിഡന്റ് ഉണ്ടായത്. ഇത് കണ്ട് പേടിച്ചു പോയി അവൻ വേഗം വണ്ടി കൊടുത്ത് അവിടെ നിന്ന് രക്ഷപ്പെട്ട് അവന്റെ വർക്ക്ഷോപ്പിലെത്താ. എന്നിട്ട് വർക്ക്ഷോപ്പിലുണ്ടായിരുന്ന ഇതേ സെയിം മോഡൽ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് പരസ്പരം മാറ്റിവെച്ച് പിറ്റേ ദിവസം അവൻ എനിക്ക് വണ്ടി തരും. എന്നാ വണ്ടി ഓടിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവും അതെന്റെ വണ്ടി അല്ലാന്ന്. അന്ന് വൈകുന്നേരം തന്നെ ഞാൻ അവനെ പോയി കാണുന്നുണ്ട്. അപ്പോൾ അവൻ നടന്ന എല്ലാ കാര്യങ്ങളും എന്നോട് തുറന്നു പറഞ്ഞു. ശേഷവും കരഞ്ഞുകൊണ്ട് തന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് വല്ല കുഴപ്പമൊന്നും വരാത്തതുകൊണ്ട് ഞാനത് സമ്മതിച്ചു. പിന്നീട് വീണ്ടും നീ ഈ കേസ് അന്വേഷിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞപ്പോൾ അവൻ നിന്നെ ഫോളോ ചെയ്യാൻ തുടങ്ങി. ഇവനെ ആരോ ഇടയ്ക്ക് ഫോളോ ചെയ്യുന്ന പോലെ കാണിക്കാറില്ലേ, അതിവന്റെ ഫ്രണ്ട് തന്നെ ആയിരുന്നു കേട്ടോ. അങ്ങനെ നിന്നെ ഫോളോ ചെയ്തവൻ ജനയുടെ അഡ്രസ് കണ്ടുപിടിക്കും. ശേഷം ജീവ അവളെ കാണാൻ പോയി. താൻ കാരണമാണല്ലോ അവൾക്ക് ഇങ്ങനെ സംഭവിച്ചത്, അതുകൊണ്ട് അവളെ നേരിട്ട് കണ്ട് മാപ്പ് പറഞ്ഞ് അവനെ കൊണ്ട് കഴിയുന്ന പോലെ എന്തെങ്കിലും സാമ്പത്തിക സഹായം ചെയ്യാമെന്ന് കരുതിയാ അവൻ പോയത്. എന്നാൽ അവിടെ ചെന്ന് നോക്കുമ്പോൾ ഡോർ തുറന്നു കിടക്കായിരിക്കും. അപ്പോൾ അകത്ത് കയറി നോക്കും. ഈ സമയത്താ നീ വീണ്ടും ജെനിയെ അന്വേഷിച്ച് അങ്ങോട്ട് വന്നത്. ഇത് കണ്ട് പേടിച്ചു പോയി അവൻ ജന വഴി പുറത്തേക്ക് രക്ഷപ്പെടും. എന്നാ പുറകെ നീയും പോ. ഒടുവിൽ രക്ഷപ്പെടാൻ വേറെ വഴിയില്ലാത്തോണ്ടാ അവൻ നിന്റെ വണ്ടി കൊണ്ട് ഇടിച്ചിട്ട് രക്ഷപ്പെട്ടത്. സ്വന്തം കൂട്ടുകാരനെ ഇടിച്ചു കൊല്ലാൻ നോക്കിയതും ആ ആക്സിഡന്റും ഒക്കെ കൂടി അവന്റെ മനസ്സിന് താങ്ങാൻ കഴിഞ്ഞില്ല. ഇതിന്റെ മനോവിഷമത്തിലാ അവൻ ആത്മഹത്യ ചെയ്തേ. ഇത് കേൾക്കുമ്പോൾ വാന് ഭയങ്കര സങ്കടമാവുന്നുണ്ടോ. ശേഷം പോലീസ് ഇൻവെസ്റ്റിഗേഷനാണ് കാണിക്കുന്നത്. അപ്പോൾ ജീവയുടെ വൈഫിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളും നിങ്ങളുടെ ഹസ്ബൻഡും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ? ആ കാരണത്താലാണോ അവൻ ആത്മഹത്യ ചെയ്തതെന്നൊക്കെ. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയാം. അവിടുത്തെ സീൻ കട്ടായാൽ പിന്നെ വീണ്ടും വാനെ കാണിക്കുക. അവനപ്പോൾ ആലോചിക്കായിരിക്കും, ജിയോ ഭരിച്ചത് ആത്മഹത്യയാണ്, ഓക്കെ, പക്ഷേ ജെനീനാരെ തട്ടിക്കൊണ്ടുപോയേ? അതേക്കുറിച്ച് അവൻ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവനൊരു ഫോൺ കോൾ വരാ. അത് ജെനിയുടെ ഫോൺ നമ്പർ ട്രേസ് ചെയ്യാൻ കൊടുത്ത പോലീസുകാരനായിരിക്കും. അപ്പൊ അയാൾ ജെനിയുടെ അവസാനത്തെ ലൊക്കേഷൻ കാണിച്ചിരിക്കുന്നത് ഒരു അപ്പാർട്ട്മെന്റിലാണെന്ന് പറഞ്ഞ് അതിന്റെ അഡ്രസ്സ് കൊടുക്കുക. ശേഷം പിറ്റേ ദിവസം കാണിക്കുന്നത് വാരപ്പോ 2 പോലീസുകാരെയും കൂടി ആ അപ്പാർട്ട്മെന്റിലേക്ക് വന്നേക്കാം. ശേഷം അവരോട് ജെനിയുടെ അവസാനത്തെ ലൊക്കേഷൻ ഈ അപ്പാർട്ട്മെന്റിന്റെ ലൊക്കേഷനാ, അതുകൊണ്ട് അവൾ ഈ അപ്പാർട്ട്മെന്റിൽ എവിടെയെങ്കിലും ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് അവർ ഓരോരുത്തരും ഓരോ അപ്പാർട്ട്മെന്റും ചെക്ക് ചെയ്യാൻ തുടങ്ങാം. അങ്ങനെ വാൻ ചെക്ക് ചെയ്യാൻ പോയി ഒരു ഫ്ലാറ്റിൽ നിന്ന് നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ പുതിയതായി ജോയിൻ ചെയ്ത ഒരു പയ്യനില്ലേ, വാന് നമ്പർ എടുക്കാൻ സഹായിച്ചവൻ അവൻ ഇറങ്ങി വരാ. നീ എന്താ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവൻ ഇവിടെയാ താമസിക്കണേന്ന് പറയും. പെട്ടെന്ന് അവന്റെ ഫ്ലാറ്റിൽ നിന്നുള്ളിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കാം. ഉടനെ വാൻ അവനെ തട്ടി മാറ്റി അതിന്റെ ഉള്ളിൽ കയറി നോക്കും. പക്ഷെ അവിടെ ആരും ഉണ്ടാവില്ല, ഒരു പൂച്ച ഒഴികെ. അതുമല്ല പാത്രം തട്ടിയതാന്ന് കരുതി വാൻ അവിടെ നിന്ന് അപ്പോൾ ഇറങ്ങാ. ഈ സമയം നമ്മുടെ പോലീസുകാരൻ പയ്യനില്ലേ, അവൻ വാതിലിന്റെ സൈഡിൽ നിന്ന് അവന്റെ വില്ലനസം കാണിച്ചിട്ടുള്ളൊരു നോട്ടമുണ്ട്. അടുത്ത ലിസ്റ്റ് ഇവിടെയാ തുടങ്ങുന്നത്. 9 വർഷങ്ങൾക്ക് മുമ്പ് ആക്സിഡന്റിൽ നിന്ന് രക്ഷപ്പെട്ട ജെനി ഹോസ്പിറ്റലിൽ നിന്ന് ആരോടും പറയാതെ പോയെന്നാണല്ലോ. സത്യത്തിൽ അവൾ ആരോടും പറയാതെ പോയതല്ല, ഈ വേവ് അവളെ കടത്തിക്കൊണ്ട് പോയതാ. ശേഷം അവളെ അവൻ താമസിക്കുന്ന റൂമിൽ കൊണ്ടുവന്ന് പൂട്ടിയിട്ട് അവൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. ശരിക്കും ജെനിയും വേവും കൂട്ടുകാരായിരുന്നു. വേവിന് ജെനിയെ ഇഷ്ടമായിരുന്നു. എന്നാൽ ജെനിക്ക് ആ സമയത്ത് ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവൻ ഈ ആക്സിഡന്റിൽ മരിച്ചോടെ നമുക്കിനി സുഖമായി ജീവിക്കാം
എന്റെ കയ്യിൽ കുറെ പണമുണ്ട്, നിനക്ക് സുഖാവുന്നവരെ ഞാൻ നിന്നെ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞ വേവ് അവളെ ഹോസ്പിറ്റലിൽ തട്ടിക്കൊണ്ട് വന്നത്. എന്നാ വേവിന്റെ പരിചരണവും കെയറിങ്ങും അവൾക്ക് ഭയങ്കര ടോർച്ചറിങ് ആയി അനുഭവപ്പെടുന്നേ. പഠിക്കുന്ന കാലം മുതലേ അവനൊരു സൈക്കോ മൈൻഡായിരുന്നു. അതുകൊണ്ട് ജെനി കിട്ടിയൊരു അവസരത്തിൽ അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ കാശ് കൊടുത്ത് അവിടെ നിന്ന് രക്ഷപ്പെടാം. അന്ന് മുതൽ 9 വർഷമായി വേവ് ഇവളെ തേടുന്നു. എന്നാ ഒരു തുമ്പം കിട്ടിയില്ല. അപ്പോഴാണ് വാൻ അവനെ സെക്കൻഡ് ഹാൻഡ് കാർ തന്നു പറ്റിച്ചെന്ന് പറഞ്ഞ് ഈ കേസിലേക്ക് ഇൻവോൾവ് ആകുന്നത്. അന്ന് മുതൽ വേവ് വാനെ ഫോളോ ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് അവൻ ജെനി താമസിക്കുന്ന സ്ഥലം കണ്ടെത്തിയത്. ശേഷം അവൾ അവിടെ തട്ടിക്കൊണ്ടു വന്നു. വീണ്ടും അവളെ പഴയ പോലെ റൂമിലിട്ട് പൂട്ടി ടോർച്ചർ ചെയ്യാം. അപ്പോൾ അവൻ പറയുന്നുണ്ട്, നീ എന്ത് വിചാരിച്ചടി, എന്നെ പറ്റിച്ച് കാശെടുത്തോണ്ട് പോയാ ഞാൻ നിന്നെ വെറുതെ വിടുന്നു? നിന്നെ കണ്ടുപിടിക്കാൻ മാത്രമോ ഞാനൊരു പോലീസുകാരനായത്? ഇനി നീ നോക്കിക്കോ, നിന്നെ ഞാൻ എന്താ ചെയ്യാൻ പോണെന്ന്. അവിടുന്ന് സീൻ കെട്ടായാൽ പിന്നെ നമ്മുടെ ഹീറോ വാനെ കാണിക്കാട്ടോ. അവനപ്പോ ജെനിയെ തേടി ഒരു തുമ്പും കിട്ടാതെ ആകെ നിരാശയിലായി അവന്റെ ഫ്രണ്ടിന്റെ മെക്കാനിക് ഷോപ്പിലേക്ക് വന്നേക്കാ. പണ്ടവൻ എന്തെങ്കിലും സങ്കടം വന്നാ അവൻ വന്ന് പറയുന്നത് ജീവിയോടെ ആയിരുന്നു. ഇനിയിപ്പോ അവനില്ലല്ലോ എന്നോർത്ത് അവൻ ആ വർക്ക്ഷോപ്പിലൂടെ സങ്കടത്തോടെ നടക്കായിരിക്കും. അപ്പോഴാണ് ജീവ് അവിടെ ഒരു ബോർഡിൽ അവന്റെ കുറെ ഫാമിലി ഫോട്ടോസ് കുത്തി വെച്ചേക്കുന്നത് അവൻ കാണുന്നത്. അപ്പൊ വാൻ അത് പോയി നോക്കാം. പെട്ടെന്നതിൽ ഒരു ഫോട്ടോ കാണുമ്പോൾ വാൻ ഇങ്ങനെ സൂക്ഷ്മതയോടെ നോക്കി നിൽക്കുന്നുണ്ട്. അവനതിന് എന്തോ ഒരു ലീഡ് ലഭിച്ചിട്ടുണ്ട്. ശേഷം പിന്നെ കാണിക്കുന്നത് വാൻ അവന്റെ ബോസിനെ ഫോളോ ചെയ്യുന്നതാട്ടോ. അപ്പൊ ബോസ് രാത്രി ആരും അറിയാതെ മറ്റൊരു വീട്ടിലൂടെ പോവാ. അത് മറ്റാരുടെയും വീടല്ല, നമ്മുടെ ഹീറോയിൻ മാഗിയുടെ വീടാ. 10 വർഷമായി അവർ തമ്മിൽ സീക്രട്ട് റിലേഷൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇവളൊന്നിന്റെ വാന്റെ പുറകെ പോയെന്ന് ഇപ്പൊ നിങ്ങൾക്കൊരു ചോദ്യമുണ്ട്. അതിന്റെ ഉത്തരം ക്ലൈമാക്സിൽ കിട്ടൂട്ടോ. ശേഷം ബോസ് മാഗിയുടെ വീട്ടിൽ വന്ന് കാറി കയറുമ്പോൾ കൂടെ നമ്മുടെ വാനും കയറാ. ഇത് മാഗി കാണുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവൻ ബോസിനോട് ഓഗസ്റ്റ് 30 ഈ ഡേറ്റ് സാറിന് ഓർമ്മയുണ്ടോ? 9 വർഷങ്ങൾക്ക് മുമ്പ് സാറിന്റെ കാർ ആക്സിഡന്റ് ആയത് ഈ ദിവസമാണ്. അന്ന് തന്നെയാ എന്റെ ഫ്രണ്ട് ജീവയുടെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി. അതവൻ ഫാമിലിയുടെ ഒപ്പം ആഘോഷിച്ചെന്ന് പറഞ്ഞ് ആ ഫോട്ടോ കാണിക്കാം. എന്നിട്ട് ബോസിനോട്, പിന്നെ എങ്ങനെയാ സാർ അവൻ സാറിന്റെ വണ്ടി കൊണ്ട് ആക്സിഡന്റ് ഉണ്ടാക്കണേ? അപ്പൊ ബോസ് എല്ലാം പറയാട്ടോ. 9 വർഷങ്ങൾക്ക് മുമ്പ് അന്ന് ഞാൻ ഓഫീസിലുള്ള എല്ലാവർക്കും ഒരു പാർട്ടി വെച്ചിരുന്നു. അന്ന് ഞാൻ നല്ലോണം കഴിച്ചിട്ടുണ്ടായി. ശേഷം ഞാനും മാഗിയും പോണ വഴിയാ ആ ആക്സിഡന്റ് ഉണ്ടായത്. അപ്പോൾ ഞാൻ ആകെ പേടിച്ചു പോയി. ഉടനെ തന്നെ ഞാൻ അവിടെ നിന്ന് വണ്ടി എടുത്ത് നേരെ ജീവയുടെ വർക്ക്ഷോപ്പിലേക്ക് പോയി. എന്നിട്ട് അവനോട് കരഞ്ഞ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവൻ ആദ്യം അവന്റെ ഷോറൂമിൽ ഉണ്ടായിരുന്ന മറ്റൊരു സെയിം വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് മാറ്റി എന്റെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് വെച്ച് എനിക്ക് തന്നു. പിന്നീട് എന്റെ വണ്ടി ശരിയാക്കിയ ശേഷം ഞങ്ങൾ നമ്പർ പ്ലേറ്റ് മാറ്റി വെച്ചു. അങ്ങനെ ബോസ് എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ വാനത് ശരിയാണെന്ന് തോന്നി. കാരണം അന്നത്തെ പാർട്ടിയിൽ വാനും ഉണ്ടായിരുന്നു. അന്ന് പാർട്ടി കഴിഞ്ഞ് പോകുമ്പോഴാ അവന്റെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി അവൻ ഈ ആക്സിഡന്റ് കണ്ടത്. ശേഷവും ബോസിനോട്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടും ഇനി രക്ഷപ്പെടാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കും. അപ്പൊ ബോസ്, നിന്നെ ഞാൻ അന്ന് ജോലിക്കെടുത്ത് തന്നെ നീ ഈ കേസിൽ ഒരു ഐ വീക്ക്നെസ് ആയതുകൊണ്ടാ. നിനക്കപ്പോ ഇതൊക്കെ പോലീസ് സ്റ്റേഷനിൽ പോയി പറയണോ, അതോ വീണ്ടും ജോലിയിൽ പ്രവേശിച്ച് അടുത്ത പ്രമോഷൻ വാങ്ങി നെക്സ്റ്റ് ലെവലിലേക്ക് പോകണോ? അപ്പൊ നമ്മുടെ വാൻ ആകെ കൺഫ്യൂഷൻ ആവാ. ഇയാൾ നല്ലവനോ അതോ വില്ലനോ എന്നൊക്കെയുള്ള ചിന്തകൾ അവന്റെ മനസ്സിലേക്ക് വരും. ഒപ്പം ജെനിയെ പറ്റിയുള്ള കാര്യങ്ങളും അവളെ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ലല്ലോ. അങ്ങനെ വാൻ ജെനിയുടെ വീട്ടിൽ പോയപ്പെടുത്ത ഫോട്ടോസ് എല്ലാം നോക്കുമ്പോൾ അതിലൊരു ഗ്രൂപ്പ് ഫോട്ടോയിൽ നമ്മുടെ പോലീസുകാരൻ വേവിനെ കാണാ. അതോടെ ഇവർ തമ്മിൽ പരിചയമുണ്ടെന്ന് അവന് മനസ്സിലാവും. ഉടനെ വാൻ ആ പോലീസുകാരൻ പയ്യൻ വേവിനെ ഫോളോ ചെയ്യാൻ തുടങ്ങും. അപ്പൊ അവൻ 2 കന്നാസറിയെ പെട്രോളോ മറ്റോ വാങ്ങി വീട്ടിലോട്ട് പോകുന്നത് കാണാം. അതിൽ പന്തികേട് തോന്നിയ വാൻ അവനെ ഫോളോ ചെയ്യാൻ തുടങ്ങും. അപ്പം വീടിനുള്ളിൽ നടക്കുമ്പോൾ ഫുൾ പ്ലാസ്റ്റിക് കവറിട്ട് ദേഹം മൊത്തം മാറ്റിരിക്കുന്ന അവൻ കാണാം. അതോടെ ജെനി അവിടെ ഉണ്ടെന്നും അവൾക്ക് എന്തോ സംഭവിക്കാൻ പോണെന്നും വാൻ മനസ്സിലാവും. ഉടനെ വാൻ അവന്റെ ഫ്ലാറ്റിൽ ചെന്ന് വാതിൽ തുറക്കാൻ പറയാ. അവൻ തുറക്കില്ലെന്ന് കാണുമ്പോൾ അവൻ തല്ലിപ്പൊളിച്ച് അകത്ത് കയറും. പിന്നെ നമ്മൾ കാണുന്നത് വാനും വേവും തമ്മിലുള്ള പൊരിഞ്ഞ ഫൈറ്റാ. ആ ഫൈറ്റിൽ വേവ് വാനെ കീഴ്പ്പെടുത്തും. എന്നിട്ടൊരു കത്തിയെടുത്ത് വാനെ വെട്ടറ പോലെ കാണിച്ച് അവന്റെ കഴുത്തിന്റെ സൈഡിൽ കൊണ്ടുവന്ന് കുത്തും. എന്നിട്ട് അവൻ വാനിനോട്, നീ ഇനിയും ഒരുപാട് കാര്യങ്ങൾ അറിയാൻ മോനെ. 9 വർഷങ്ങൾക്ക് മുമ്പ് കിട്ടിയ ആ $2 ലക്ഷം നീ എന്താ ചെയ്തേ? ഇത് കേൾക്കുമ്പോ വാനാക്ക് വല്ലാതാവാ. സിനിമയുടെ അടുത്ത ടെസ്റ്റ് ഇവിടെ തുടങ്ങാം. 9 വർഷങ്ങൾക്ക് മുമ്പ് ജെനിയും അവളുടെ ബോയ് ഫ്രണ്ടും നമ്മുടെ പോലീസുകാരൻ വേവും കൂട്ടുകാരായിരുന്നു. പണത്തിനു വേണ്ടി പല ഇല്ലീഗൽ ആക്ടിവിറ്റീസും ഇവർ ചെയ്യാറുന്നു. അങ്ങനെ ഇവർ ലൈഫ് ഒറ്റടിക്ക് സെറ്റിൽ ആവാൻ ഒരു പ്ലാൻ ഉണ്ടാക്കാം. നാട്ടിലെ ഏറ്റവും വലിയ ബിസിനസ്സുകാരന്റെ മോളെ തട്ടിക്കൊണ്ടുപോയി $10 ലക്ഷം ചോദിക്കുക. അങ്ങനെ ഇവർ പ്ലാൻ ചെയ്ത പോലെ എല്ലാ കാര്യങ്ങളും നടന്നു. ഇവർ ആ ബിസിനസ്സുകാരന്റെ മകളെ തട്ടിക്കൊണ്ടുപോയി $10 ലക്ഷം ചോദിച്ചു. അത് ബിസിനസ്സുകാരൻ തരാമെന്നും പറഞ്ഞു. അപ്പോ കുട്ടിയെ വേവിനെ ഏൽപ്പിച്ച് ജെനിയും അവളുടെ ബോയ് ഫ്രണ്ടും ആ കാശ് വാങ്ങാനായി പോവാ. അയാൾ ആ കാശ് കൊടുക്കുകയും ചെയ്തു. ശേഷം അവർ തിരിച്ചു വന്നു കഴിയുമ്പോൾ രക്തത്തിൽ കുളിച്ചു നിൽക്കുന്ന വേവിനെ കാണാം. ഉടനെ അവർ അകത്ത് കയറി നോക്കുമ്പോൾ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ഈ പെൺകുട്ടിയെ കാണാം. ഏതോ ഡ്രഗ്സ് ഒക്കെ വലിച്ചേറ്റിയ വേവ് ഈ പെൺകുട്ടിയെ ബ്രൂട്ടലായി റേപ്പ് ചെയ്ത് കൊന്നേക്കാ. ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ ജെനിയുടെ ബോയ് ഫ്രണ്ട് പറയും, ഇനിയും ഈ സൈക്കോന്റെ ഒപ്പം നിന്നാ നമ്മളെയും പോലീസ് പിടിക്കും. അതുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാന്ന് പറഞ്ഞ് അവർ വേവിനെയും തള്ളി മാറ്റി വേഗം അവിടെ നിന്ന് രക്ഷപ്പെടാ.
അപ്പോഴാണ് നമ്മുടെ വാനിന്റെ ബോസിന്റെ കാർ അവരെ ഇടിച്ചു തെറിപ്പിക്കുന്നത്. ഇനിയാട്ടോ അടുത്ത ട്വിസ്റ്റ് വരുന്നേ. അന്ന് ഈ ആക്സിഡന്റ് ശബ്ദം കേട്ട് വേഗം വാൻ അവിടെ കൂടി വരുന്നുണ്ട്. അപ്പോഴാണ് കാറിന്റെ ബാക്കിൽ അവൻ ക്യാഷ് കിടക്കുന്നത് കാണുന്നത്. ഉടനെ അവൻ അതിന് $2 ലക്ഷം എടുത്ത് അവിടെ ഓടിപ്പോവാ. ഈ സമയം തന്നെ പറ്റിച്ചു പോയ ജെനിയെയും അവളുടെ ബോയ് ഫ്രണ്ടിനെയും പിടിക്കാനായി വന്ന വേവ്, അതായത് ഈ പോലീസുകാരൻ, എല്ലാം കാണുന്നുണ്ടായിരുന്നു കേട്ടോ. വാൻ അവിടുന്ന് പോയതും വേവ് അവിടേക്ക് ചെല്ലാം. അപ്പോ ജെനിയുടെ ബോയ് ഫ്രണ്ടിന് ജീവനുണ്ടാവൂട്ടോ. നീ എന്നെ ചതിച്ച് രക്ഷപ്പെടാൻ നോക്കൂലാടാന്ന് പറഞ്ഞ് വേവാണ് അവനെ കൊല്ലുന്നത്. ശേഷം ബാക്കിയുള്ള പൈസ എടുത്ത് അവൻ അവിടുന്ന് രക്ഷപ്പെടും. പിന്നീട് ജെനി ഈ ക്യാഷ് എടുത്താ ഇവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്നത്. ഇതെല്ലാം പറഞ്ഞിട്ട് വേവ് വാൻ ഒരു താക്കോൽ കൊടുക്കുക. എന്നിട്ട് അവിടെയുള്ള റൂം ഓപ്പൺ ചെയ്യാൻ പറയും. വാൻ അത് ഓപ്പൺ ചെയ്യുമ്പോൾ ആകെ വരണ്ട് പോവാ. അവിടുന്ന് സീൻ കട്ടായാൽ പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഹീറോ ഒരു സ്ഥലത്ത് ഒറ്റയ്ക്ക് ഒരു സിഗരറ്റും വലിച്ചു നിൽക്കുന്നതാ. ആ നിപ്പ് തന്നെ ഒരു പെശക് നിപ്പാട്ടോ. അപ്പൊ അവിടേക്ക് അവന്റെ ബോസ് വരുവാ. അയാൾ വരുമ്പോ വാൻ അവന്റെ മൊബൈൽ എടുത്ത് ഒരു വോയിസ് റെക്കോർഡ് കേൾപ്പിക്കും. അതിൽ ബോസ് എന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇവ റെക്കോർഡ് ചെയ്തതായിരിക്കും. ഇത് കേട്ടിട്ട് ബോസ് നീ ഒരുപാട് വളർന്നു എന്ന് പറഞ്ഞ് അവിടുന്ന് പോവാ. അത് കഴിഞ്ഞ് നമ്മുടെ ഹീറോ കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഒരു കോട്ടും സൂട്ടൊക്കെ ഇട്ട് ഓഫീസിൽ നിൽക്കുന്നത് കാണിക്കാം. അപ്പോ അവനൊരു കോഡ് വരും. അത് മറ്റാരുടെ അല്ല, ജെനിയുടെ ലൊക്കേഷൻ ട്രേസ് ചെയ്യാൻ സഹായിച്ച ആ പോലീസുകാരൻ്റെ ആയിരിക്കും. അയാളോടൊപ്പം വാൻ എല്ലാം ഓക്കെ അല്ലെന്ന് ചോദിക്കാം. അയാളപ്പോ ഓക്കെയാണ്, ഇനി ഫ്യൂച്ചറിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്ന് പറയും. ശേഷം വാൻ അവന്റെ ക്യാബിനിലോട്ട് വരാം. അപ്പൊ അവിടെ നമ്മുടെ ജെനി അവളുടെ വീട്ടിലേക്ക് അയക്കുന്ന കോസ്റ്റ്ലി ആയിട്ടുള്ള ആ ടീ പൗഡറില്ലേ, അതവിടെ കാണാം. അപ്പം $2 ലക്ഷം ചെക്കും അവൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും. എന്നാ അവൻ ഒരു നിമിഷം ചിന്തിച്ചിട്ട് ആ ചെക്ക് കീറിക്കളയാ. എന്നിട്ട് ആ ടീ പൗഡർ ജെനിയുടെ പേരിൽ അവളുടെ വീട്ടിലോട്ട് അയക്കാം. ശേഷം അവൻ അവന്റെ ക്യാബിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ അവന്റെ ഓപ്പോസിറ്റായി നമ്മുടെ മാഗി നടന്നു വരാം. ഇപ്പോ അവനാട്ടോ ഈ കമ്പനിയിലെ CEO. അതെങ്ങനെ കിട്ടിയെന്ന് വെച്ചാ ആ വോയിസ് റെക്കോർഡ് കാണിച്ച് ബോസിനെ ഭീഷണിപ്പെടുത്തി മനസ്സിലാ. അപ്പൊ മാഗി വരുമ്പോ വാൻ നിന്നോടൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞ് അവളെ മാറ്റി നിർത്തിയിട്ട് ചോദിക്കും, നീയാണല്ലേ ബോസിനോട് പറഞ്ഞ് എന്റെ ജോലി ഡിസ്മിസ് ചെയ്തേ? എന്ത്, ഞാനോ എന്ന മട്ടിൽ മാഗി ചോദിക്കുക. അപ്പൊ വാൻ ഒരുപാട് അങ്ങ് അഭിനയിക്കില്ലടി മോളെ, ആ സമയമൊക്കെ കഴിഞ്ഞു. ഇവിടുത്തെ ജോലി പോയ ശേഷം നമ്മുടെ എഡിറ്റർ എന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പരിചയത്തിൽ ഒരു ജോബ് വേക്കൻസി ഉണ്ട്, നീ പോയി അവിടെ ജോയിൻ ചെയ്തോളൂ എന്ന് പറയാൻ. ഓ, താൻ ജോലിന്ന് പറഞ്ഞു വിട്ട എന്റെ പ്രായച്ചിത്തമായിരിക്കും. എന്ത്, ഞാൻ നിന്നെ ജോലിന്ന് പറഞ്ഞു വിട്ടുവന്നോ? കാര്യം നീ എന്ന് ചെയ്തതിനോട് എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ നിന്നെ ജോലിന്ന് പറഞ്ഞുവിടാൻ പറഞ്ഞിട്ടില്ല. അത് പറഞ്ഞത് മാഗിയാണ്. അവളും ബോസും തമ്മിൽ അഫെയർ ഉണ്ടാ, അത് വെച്ച് അവൾ കളിച്ചതല്ലേ. എന്ത്, ആ കാര്യം സാബിന് അറിയോ? പിന്നെ അറിയോന്നോ? അതുകൊണ്ടല്ല എനിക്കിവിടെ എഡിറ്ററായി ജോലി കിട്ടിയേ. അങ്ങനെ അവർ സംസാരിക്കുന്നതിനിടയിൽ അയാൾ ഒരു കാര്യം കൂടി പറയും. 9 വർഷങ്ങൾക്ക് മുമ്പ് ആ പാർട്ടി കഴിഞ്ഞ് ബോസ് അവിടുന്ന് പോയപ്പോൾ അന്ന് മാഗിയാണ് വണ്ടി ഓടിച്ചത്. അതായത് അന്ന് ആക്സിഡന്റ് ഉണ്ടായപ്പോൾ വണ്ടി ഓടിച്ചത് ബോസ് അല്ല, മാഗിയാണ്. ബോസ് അടിച്ച് ഓഫ് ആയതുകൊണ്ട് ഇതുവരെയും അതറിയില്ല. ഇതൊക്കെ ഇപ്പോൾ എല്ലാം അറിയാവുന്ന വാൻ മാത്രമോ. അപ്പോൾ മാഗിയോട് നിന്നെ ഞാൻ ഇനി എന്താ ചെയ്യാൻ പോണെന്ന് കണ്ടോന്ന് പറഞ്ഞ് വാൻ മീറ്റിംഗ് നടക്കുന്ന കോൺഫറൻസ് ഹാളിലേക്ക് പോവാ. അവൻ CEO ആയിട്ടുള്ള ആദ്യത്തെ മീറ്റിംഗ് ആയിരിക്കും അത്. അപ്പൊ അവൻ എല്ലാവരോടും ഒരു കഥ പറഞ്ഞു തുടങ്ങാന്ന് പറഞ്ഞ് ഒരു കഥ പറയാം. ഒരു പയ്യന് പ്രേത കഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അവനൊരു ദിവസം ഒരു കടയിൽ ചെന്ന് ഇവിടെ ഉള്ളതിൽ വെച്ച് ഏറ്റവും വലിയ പ്രേതകഥ എനിക്ക് തരാൻ പറയും. അപ്പൊ ആ കടക്കാരൻ ഒരു ബുക്ക് എടുത്തു കൊടുത്തിട്ട് പറയും, എടാ ഈ കടയിലുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ പ്രേതകഥ ഇതാ, പക്ഷേ നിനക്കത് ഫീൽ ചെയ്യണമെങ്കിൽ നീ ഒരിക്കലും അതിന്റെ അവസാന പേജ് വായിക്കരുതെന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ അവനത് സമ്മതിക്കുക. ശേഷം ആ കടക്കാരൻ ആ ബുക്ക് $50 വിൽക്കും. ഈ കഥ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് വേറെ കുറെ കാര്യങ്ങൾ കാണിച്ചു തരും കേട്ടോ. അത് വേറൊന്നുമല്ല, 9 വർഷങ്ങൾക്ക് മുമ്പ് ആ ആക്സിഡന്റ് നടന്ന സമയത്ത് വാൻ ആ അപകടം പറ്റിയവരെ നോക്കാതെ ആ കാശ് എടുത്തുകൊണ്ട് പോയത്. ശേഷം ആ പോലീസുകാരൻ പയ്യൻ വേവ് കഥ പറഞ്ഞ് നിർത്തി കൊടുത്ത് കാണിക്കാം. അവനപ്പോ വാനിന് ഒരു താക്കോല് കൊടുത്തിട്ട് അവിടെയുള്ള റൂം തുറക്കാൻ പറയും. അത് തുറക്കുമ്പോൾ വാൻ കാണുന്നത് വളരെ ക്രൂരമായ ഒരു കാഴ്ചയാ. അതെനിക്കിവിടെ കാണിക്കാൻ പറ്റില്ല. ജെനിയുടെ കൈയും കാലും വെട്ടിമാറ്റിയേക്കുന്നതാ. അപ്പോഴും അവൾക്ക് ജീവനുണ്ട്. അവിടേക്കപ്പോ വേവ് വന്നിട്ട് വാൻ ഒരു സ്കൂട്ടറിൽ കൊടുത്തിട്ട് പറയും, നീ കാരണം എനിക്ക് ഇവിടെ പിടിക്കാൻ സാധിച്ചേ, അതുകൊണ്ട് നീ തന്നെ അവിടെ തീർത്തേക്ക്, ശേഷം ഞാൻ നിന്നെ തീർക്കാം. അപ്പൊ വാന് താൻ കാരണമുള്ള ജനിക്ക് ഇങ്ങനെ വന്നെന്നോർത്ത് ഭയങ്കരമായിട്ട് കരയാ. ശേഷം ആ സ്കൂട്ടറിൽ ഉപയോഗിച്ച് ആ സൈക്കോ വേവിനെ കുത്തി കൊല്ലാം. അത് കഴിഞ്ഞ് വാൻ ആ പോലീസ് ഫ്രണ്ടിന്റെ സഹായത്തോടെ ബോഡി ഡിസ്പോസ് ചെയ്യും. അതിനുശേഷം നടന്നത് നമ്മൾ കണ്ടതാ. അവൻ ബോസിനെ ഭീഷണിപ്പെടുത്തി CEO വരെയായി. പിന്നെ വീണ്ടും ആ കഥയുടെ ബാക്കിയിലേക്ക് വരാം. ആ പയ്യൻ കടക്കാരനിൽ നിന്ന് ആ ബുക്ക് വാങ്ങി വേഗം വീട്ടിലോട്ട് ചെല്ലാം. എന്നിട്ട് ആ കടക്കാരൻ വായിക്കരുതെന്ന് പറഞ്ഞ അവസാന പേജ് ആദ്യം തന്നെ വായിക്കാം. അയാൾ പറഞ്ഞതുപോലെ അത് വായിച്ചതും ആ പയ്യൻ ഞെട്ടിപ്പോയി. അവന്റെ ജീവിതത്തിലെ ഒരിക്കലും മറക്കാനാവാത്തൊരു അനുഭവമായിരുന്നു അത്. അതെന്താന്ന് വെച്ചാ ആ ബുക്കിന് $5 ഉള്ളൂ. അതോടെ ഈ സിനിമ അവസാനിക്കുകയാണ്. എന്തിനാ ഇങ്ങനൊരു ബന്ധമില്ലാത്തൊരു കഥ പറഞ്ഞ് ഈ സിനിമ അവസാനിപ്പിച്ചെന്ന് മനസ്സിലായോ? എന്നാ ബന്ധമുണ്ട്. 2 കഥയിലും കോമൺ ആയിട്ടുള്ളൊരു സാധനമുണ്ട്, ക്യൂരിയോസിറ്റി.
ഇവിടെ നമ്മുടെ ഹീറോ 9 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ആ ആക്സിഡന്റിൽ നിന്ന് രക്ഷപ്പെട്ട ആ പെൺകുട്ടിക്ക് എന്ത് പറ്റിയെന്നറിയാനുള്ള ക്യൂരിയോസിറ്റിയുടെ പുറത്താ ഈ കഥ പോകുന്നത്. അവിടെയാണെങ്കിലോ ആ കടക്കാരൻ വായിക്കരുതെന്ന് പറഞ്ഞ അവസാന പേജിന്റെ പുറത്തും. ഇപ്പൊ രണ്ടും തമ്മിൽ ചെറിയൊരു ബന്ധം തോന്നില്ലേ? ഇനി ഇതിൽ കൂടുതൽ എന്തെങ്കിലും അറിയാവുന്നവര് കമന്റായി രേഖപ്പെടുത്താം. അപ്പോൾ പുതിയൊരു മൂവി ആവുന്നവരേക്കും ബൈ.